ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 31 അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. പ്രജേതസ്സുകൾ തിരിച്ചു വന്ന് ഭരണം ഏറ്റെടുത്ത് അതിനുശേഷം കുറേ വർഷങ്ങൾ അങ്ങനെ ഭരിച്ച് അവർക്കൊരു മകൻ ജനിക്കുന്നു. ദക്ഷനാണ് ആ പുത്രൻ. അതിനുശേഷം മകൻ വളർന്നു വന്നതിനൊക്കെ ശേഷം അവർ ഭരണം മകനെ ഏൽപ്പിച്ചുകൊണ്ട് രാജ്യഭരണമൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രജേതസ്സുകൾ അങ്ങനെ പോവാണ്. ആ പോകുന്ന വഴിയിൽ നാരദ മഹർഷിയെ കണ്ടുമുട്ടുന്നു. നാരദ മഹർഷിയുടെ അടുത്ത് പറയാണ്, കുറച്ചു കാലം ഭഗവാനിൽ നിന്നും മഹാവിഷ്ണുവിൽ നിന്നും മഹേശ്വരനിൽ നിന്നും ആ ജ്ഞാനത്തെ അറിഞ്ഞെങ്കിൽ കൂടിയും കുടുംബജീവിതമാകുന്ന കെട്ടിൽ പെട്ട് കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ വിസ്മരിച്ചു പോയി. അപ്പോൾ അത് അങ്ങ് ഒന്നും കൂടിയും ഞങ്ങൾക്ക് അത് ഉണർത്തി തരണേ എന്ന് പറഞ്ഞപ്പോൾ നാരദ മഹർഷി ആ ഈശ്വരൻ എന്ന സത്യം, ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ എന്ന സത്യം എന്താണ്, ആ തത്വം എന്താണ് എന്ന് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് നാരദ മഹർഷി. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകം 15ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, സൂര്യനിൽ നിന്നും എപ്രകാരമാണോ ജലം കാർമേഘമായി ഉരുണ്ടുകൂടി മഴ പെയ്ത് ഭൂമിയിലേക്ക് മഴയായി ഉണ്ടാകുന്നത്, അതുപോലെ മഴ ഇങ്ങനെ സൂര്യതാപമേറ്റ് നീരാവിയായി സൂര്യനിലേക്ക് ലയിക്കുന്നത്, അതുപോലെ സർവചരാചരങ്ങളും ആ ഭഗവാനിൽ നിന്നും ഉണ്ടായി ഭഗവാനിലേക്ക് തന്നെ ലയിക്കേണ്ടവരാണ്. ഒരു മാലയിലെ മുത്തുകൾ പോലെ തുടങ്ങി അതിലേക്ക് തന്നെ എത്തിച്ചേരേണ്ടവരാണ് എല്ലാം എന്നാണ് പറഞ്ഞത്. ഇനി ശ്ലോകം 16 ഏതത് പദം തത് ജഗദാത്മനഃ പരം സകൃത് വിവാദം സവിതുർയഥാ പ്രഭാ യഥാ അസവഃ ജാഗൃതി സുപ്തശക്തയോഃ ദ്രവ്യക്രിയാജ്ഞാനഭിദ ഭ്രമ അത്യയഃ. ദ്രവ്യക്രിയാജ്ഞാനഭിദ ഭ്രമ അത്യയഃ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ജഗദാത്മനഃ ആ ഭഗവാൻ പരമാത്മാവിൻ്റെ, ഏതത് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം, തത് പരം പദം പരമമായ പദമാണ് ഈ പ്രപഞ്ചം എന്ന്. അതായത് സാക്ഷാൽ പരമാത്മാവ് അക്ഷരബ്രഹ്മമാണ്, ഒരിക്കലും നശിക്കാത്ത ആ ചൈതന്യത്തിൻ്റെ ഒരു രൂപമാണ്. ഇപ്പം ഞാൻ ആത്മാവാണെങ്കിൽ ആ ആത്മാവെടുത്ത ഒരു രൂപമാണ് ഈ ശരീരം എന്നതുപോലെ പരമാത്മാവായ ഭഗവാന്റെ ശരീരരൂപമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതാണ് പരം പദം, തത് പദം, ആ ഭഗവാന്റെ പദം പരമമായ വാസസ്ഥാനമാണ് ഈ പ്രപഞ്ചം. എന്നിട്ട് പറയാണ് സകൃത് വിവാദം, അത് എപ്രകാരമാണ്, അതാണ് ആ പറയുന്നത്. സകൃത് ചിലപ്പോൾ വിവാദം പ്രകാശിക്കും, ചിലപ്പോൾ പ്രകാശിക്കില്ല എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം എന്നും സ്ഥായിയാണോ? ആണോ? സ്ഥിരമായി നിൽക്കുന്നതാണോ ഈ പ്രപഞ്ചം? അല്ല, അല്ലേ? കുറച്ചു കാലം കഴിഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നതോടുകൂടി ഇത് നശിക്കുന്നു. അതുകൂടാതെ ഓരോരോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴും പ്രളയത്തിലൂടെ കുറച്ച് ഒരു ബ്രഹ്മാവിൻ്റെ ഓരോ രാത്രി വരുമ്പോഴും ഇത് ഇല്ലാതാകുന്നുണ്ട്, അല്ലേ? പിന്നെ ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുന്നതോടെ പൂർണ്ണമായും ഇല്ലാതാകുന്നു. അപ്പോൾ ഇതുപോലെ ഇതാണ് ഇവിടെ പറയുന്നത്, സകൃത് വിവാദം ചിലപ്പോൾ പ്രകാശിക്കും. എന്നിട്ട് പറയാണ് യഥാ, ഏത് പ്രകാരം, സവിതു സൂര്യനെ പോലെ, പ്രഭ സൂര്യൻ്റെ പ്രകാശം പോലെ എന്ന് വെച്ചാൽ എന്താ, സൂര്യൻ അവിടെ കത്തിജ്വലിച്ചുകൊണ്ട് പ്രകാശം നൽകിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയിലിരിക്കുമ്പോൾ നമുക്ക് പകലുണ്ട് രാത്രിയുണ്ട്. എന്നാൽ രാത്രിയാവുമ്പോൾ സൂര്യഭഗവാൻ പ്രകാശം ഇല്ലാതാവുന്നില്ല, ഭൂമി തിരിയുന്നത് കൊണ്ട്. സൂര്യഭഗവാൻ അവിടെ തന്നെയുണ്ട്, പക്ഷേ
ഭൂമി തിരിയുന്നത് കൊണ്ട് നമുക്ക് പ്രകാശം കിട്ടുന്നു, ചില സമയത്ത് പ്രകാശം ഇല്ലാത്ത അവസ്ഥ വരുന്നു. എന്നാൽ ഇതിൻ്റെ സ്ഥാനമായിട്ടുള്ള ഇത് എവിടെ നിന്നാണോ വരുന്നത് ആ സ്ഥാനത്ത് ആ സൂര്യഭഗവാൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുന്നത് പോലെ ആ സൂര്യൻ അങ്ങനെ തന്നെ നിൽക്കുന്നു, പക്ഷെ പ്രകാശം ആവിഷ്കരിക്കപ്പെടുന്നുമുണ്ട്, മറയുന്നുമുണ്ട് എന്ന് പറയുന്നത് പോലെ പരമാത്മ ചൈതന്യം അങ്ങനെ തന്നെ പരമാത്മ ചൈതന്യത്തിൻ്റെ ശരീരരൂപമായി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നുമുണ്ട്, മറയുന്നുമുണ്ട്. അതാണ് ആ പറഞ്ഞത്. യഥാ എപ്രകാരമാണോ അസവഹ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ജാഗ്രത അവസ്ഥയിൽ പഞ്ചേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കർമ്മം ചെയ്യുന്നു. ജാഗ്രത അവസ്ഥ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വർക്കാവുന്നുണ്ട് അല്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നുണ്ട്, കർമ്മേന്ദ്രിയങ്ങളും കർമ്മം ചെയ്യുന്നുണ്ട്. എന്നാൽ സുപ്തയ ഉറക്കത്തിലോ ഇതിൻ്റെ ശക്തി കുറഞ്ഞു, അതായത് നിഷ്ക്രിയാവസ്ഥയെ പ്രാപിക്കുന്നു. ഇന്ദ്രിയങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ചലിക്കുന്നുണ്ടോ, കർമ്മം ചെയ്യുന്നുണ്ടോ? നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഇല്ല. ഇന്ദ്രിയങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള ശക്തിയില്ലാത്ത അവസ്ഥയാണ് ഉറക്കം. ജാഗ്രത അവസ്ഥയിൽ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും മനസ്സും കർമ്മം ചെയ്യുന്നു. സുഷുപ്തിയിൽ നമ്മുടെ 10 ഇന്ദ്രിയങ്ങളും കർമ്മം ചെയ്യാനുള്ള ശക്തിയില്ലാത്ത നിഷ്ക്രിയാവസ്ഥയിൽ ഇരിക്കുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയുണ്ട്, ശക്തിയില്ല എന്ന 2 പ്രതിഭാസം വരുന്നു. അതുപോലെ സൂര്യൻ പ്രകാശിക്കുന്നു, പ്രകാശമില്ലാതെ മറയുന്നു എന്ന 2 പ്രതിഭാസങ്ങൾ. അതുപോലെ പരമാത്മ ചൈതന്യം അവിടെ തന്നെ നിൽക്കുന്നു. ആ ചൈതന്യത്തിൻ്റെ ശരീരരൂപമായ പ്രപഞ്ചമാണ് ഉണ്ടായി മറയുന്നത്. ദ്രവ്യ ക്രിയ ജ്ഞാന ബിദ ഭ്രമ അത്യയ. ദ്രവ്യം എന്ന് വെച്ചാൽ വസ്തുക്കള്, ക്രിയ അതുപയോഗിച്ചുള്ള കർമ്മങ്ങൾ, ജ്ഞാനം എങ്ങനെ കർമ്മം ചെയ്യണമെന്ന അറിവ് തുടങ്ങിയ ബിദാഭ്രമ ഭേദ ഭ്രമങ്ങൾ അത്യയ നമ്മളിൽ നിന്ന് അതോടെ അകന്നു പോകുന്നു. ഞാൻ ആരാണ് എന്ന യഥാർത്ഥ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് കർമ്മം ചെയ്യുന്ന കർത്താവ്, ഇതാണ് എൻ്റെ കർമ്മം ചെയ്യാനുള്ള അറിവ്, അതിൻ്റെ വസ്തുക്കളെ ഇങ്ങനെയുള്ള ഭേദഭ്രമങ്ങളൊക്കെ അത്യയഹ എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. അതായത് ദ്വൈതഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. കാരണം എല്ലാം ഭഗവാനിൽ നിന്നുണ്ടാകുന്നു, ഭഗവാനിലേക്ക് തന്നെ ലയിക്കുന്നു. ഒരേ ഭഗവാന്റെ നമ്മുടെ ശരീരരൂപം, ഞാനാകുന്ന ആത്മാവിൻ്റെ ശരീരരൂപമാണ് ഈ കാണുന്ന ദേഹം. അതുകൊണ്ടാണല്ലോ ഞാനിത് എൻ്റെ ശരീരം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥനായ ആത്മാവാണ് ഞാൻ, എൻ്റെ ശരീരമാണ് ഇത് എന്ന് പറയുന്നത് പോലെ ആ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ഭഗവാന്റെ ശരീരരൂപമാണ്. ആത്മാവിനെ പറയുമ്പോൾ നമ്മുടെ ശരീരം, പരമാത്മാവിനെ പറയുമ്പോൾ പരമാത്മാവ് ഇരിക്കുന്ന പരമാത്മാവിൻ്റെ ശരീരരൂപമാണ് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് വെച്ചാൽ 14 ലോകങ്ങളും അതിൽ പെടുന്ന അർത്ഥം. മനസ്സിലായ? അപ്പോൾ അതാണ് ആ ശരീരരൂപമാണ് നമ്മൾ വിരാട് സ്വരൂപ വർണ്ണനയിൽ കണ്ടത്. വിരാട് പുരുഷനായിട്ട് നമ്മൾ ആ ശരീരരൂപത്തെ കാണുകയാണ്. അപ്പോൾ ആ സങ്കല്പം, അപ്പോൾ അത് ഭഗവാന് ആ ശരീരത്തിൽ ഭഗവാൻ വരുന്നു. ആ പ്രപഞ്ചം ഒരു കാലത്ത് ഇല്ലാതാവുകയും ചെയ്യും. അതാണ് ആ പറഞ്ഞത്, പ്രകാശം ഉണ്ടാകുന്നു, ഇല്ലാതാകുന്നു, ഇന്ദ്രിയങ്ങൾ കർമ്മം ചെയ്യുന്നു, ശക്തിയില്ലാത്ത അവസ്ഥ വരുന്നു എന്നുള്ള ഈ ഭേദചിന്ത നമ്മൾ യഥാർത്ഥത്തിൽ ആത്മാവിനെയും പരമാത്മാവിനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. ശ്ലോകം 17. യഥാ നഭസി അഭ്ര തമഹ പ്രകാശഃ ഭവന്തി ഭൂപാ ന ഭവന്തി അനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയഃ തു അമുഃ രജഃ തമഹ സത്വം ഇതി പ്രവാഹഃ. യഥാ എപ്രകാരമാണോ നഭസി ആകാശത്തിൽ, അഭ്ര എന്ന് വെച്ചാൽ മേഘങ്ങൾ, തമഹ എന്ന് വെച്ചാൽ ഇരുട്ട്, പ്രകാശം വെളിച്ചം. അപ്പം മേഘം, പ്രകാശം, ഇരുട്ട്. ഭവന്തി എന്ന് വെച്ചാൽ ഉണ്ടാകുന്നത്, ന ഭവന്തി എന്ന് വെച്ചാൽ മറയുന്നത്. അനുക്രമാത് ക്രമത്തിനനുസരിച്ച്. ഭൂപ എന്ന് വെച്ചാൽ അല്ലയോ രാജപുത്രന്മാരെ. നാരദ മഹർഷി വിളിക്കുകയാണ് പ്രജേതസ്സുകളെ, അല്ലയോ രാജപുത്രന്മാരെ, രാജാക്കന്മാരെ. എപ്രകാരമാണോ ആകാശത്ത് മേഘങ്ങൾ ഉണ്ടാവും, മറയും. ഇരുട്ട് വരും, മേഘം മൂടുമ്പോൾ ഇരുട്ട് വരും, മറയും. ഇനി രാത്രിയാവുമ്പോൾ ഇരുട്ട് വരും, മറയും. വെളിച്ചം വരും, മറയും. ഇത് എപ്രകാരം ഉണ്ടാകുന്നതും മറയുന്നതും അത് ക്രമത്തിനനുസരിച്ച് എപ്രകാരമാണോ ഉണ്ടാകുന്നത്, ഏവം അപ്രകാരം പരേ ബ്രഹ്മണി ഈ പരമാത്മാവിൽ നിന്ന് ശക്തയഃ തു അമു ആ പരമാത്മാവിൻ്റെ ശക്തികളാകുന്ന തു അമു, അമു എന്ന് വെച്ചാൽ അവയെല്ലാം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങൾ. രജഃ തമഹ സത്വം, സത്വരജ തമോ ഗുണങ്ങൾ. ഇതി പ്രവാഹഃ ഇപ്രകാരം പരമാത്മാവിൽ നിന്ന് പ്രവഹിക്കുന്നു. ആ സത്വരജ തമോ ഗുണങ്ങളുടെ തോതിൽ വ്യതിയാനങ്ങൾ വന്ന് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നു. ഇവ വീണ്ടും ആ പരമാത്മാവിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്നു. അതാണ് ആ പറഞ്ഞത്. ആകാശത്ത് മേഘങ്ങളും
ഇരുട്ടും പ്രകാശവും വരുന്നു പോകുന്നു, ക്രമത്തിനനുസരിച്ച് വരുന്നത് പോലെ ആ പരമാത്മാവിലെ ഭൗതിക ത്രിഗുണങ്ങളാകുന്ന സത്വരജ തമോ ഗുണങ്ങൾ ആ പരമാത്മാവിൽ നിന്ന് പ്രവഹിച്ചപ്പോൾ അവയുടെ തോതിൽ വ്യത്യാസം വന്ന് പ്രപഞ്ചമുണ്ടായി. പിന്നീട് ഈ ത്രിഗുണങ്ങൾ അതിലേക്ക് തന്നെ ലയിക്കുമ്പോൾ പ്രപഞ്ചമില്ലാതാകുന്നു. ഈ ത്രിഗുണങ്ങളുടെ വ്യതിയാനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിനെയാണ് മായാപ്രകൃതി എന്ന് പറയുന്നത്. ശ്ലോകം 18. തേന ഏകമാത്മാനം അശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസ ധ്വസ്തഗുണപ്രവാഹം ആത്മയേകഭാവേന ഭജത്വം അത്ത. അതുകൊണ്ട് പ്രചേതസ്സുകളോട് പറയാണ് എങ്ങനെയാണ് ഈശ്വരനെ അറിയേണ്ടത് എന്ന്. അപ്പോൾ പറഞ്ഞു തന്നില്ലേ, ഇനി എങ്ങനെയാണ് അപ്പോൾ ഈശ്വരനെ അറിയേണ്ടത്? ഈശ്വരനെ വെറുതെ കുറെ നാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, ഭഗവത് തത്വം എന്താണെന്നറിയണം. വെറുതെ നാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നേടാൻ സാധിക്കുമോ? പ്രാചീന ബർഹീസിനെ സംഭവിച്ചതുപോലെ നിരന്തരമായ യാഗങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നാമജപങ്ങൾ മന്ത്രജപങ്ങൾ നടത്തി നിരന്തരമായി യാഗയജ്ഞ കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ വന്നിട്ട് എന്താ പറഞ്ഞേ? ഒരു കാര്യമില്ല. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്ന പരമമായ ശാന്തിയാണല്ലോ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം. നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ അവസ്ഥയെ അങ്ങേക്ക് കിട്ടില്ല. അതിന് മനസ്സാണ് മാറേണ്ടത്. അതിന് ഈശ്വരൻ ഇങ്ങനെ പല പല വേദമന്ത്രങ്ങൾ ജപിച്ചും മന്ത്രജപങ്ങൾ നടത്തിയും പൂജ ചെയ്തും യാഗം ചെയ്തും ആചാരാനുഷ്ഠാന കർമ്മങ്ങളിലൂടെയും ആരാധിക്കുന്ന ഈശ്വരൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന തത്വത്തെ, ഈശ്വര തത്വത്തെ അറിഞ്ഞു വേണം ഭഗവാനെ ഭജിക്കാൻ. അതാണ് ഇനി പറഞ്ഞു കൊടുക്കുന്നത്. തേന, അതുകൊണ്ട് ഏകമാത്മാനം അശേഷദേഹിന, എല്ലാ ദേഹികൾക്കും, അതായത് സർവചരാചരങ്ങളുടെയും ഉള്ളിൽ, ശരീരത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ ഏകാത്മാനം, ഇവിടെയൊക്കെ ഉള്ളിൽ ഏകമായിരിക്കുന്ന ഒരേ ഒരു ആത്മാവ്. ആത്മാവിന് വ്യത്യാസമുണ്ടോ? ഇപ്പം എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനും ഒരു വ്യത്യാസവും ഇല്ല. വ്യത്യാസപ്പെടുത്തുന്നത് അതിനെ ഈ ശരീരമാണ്. ഈ ആകാശം പോലെ അല്ലേ, ഈ ആകാശം പരമാത്മാവാണെന്ന് സങ്കല്പിക്കുക. അവിടെ ഒരു ചെറിയ ഗ്ലാസ് വെച്ചു, ഒരു കുടം വെച്ചു, ഒരു കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ ഒരു ചായപാത്രം വെച്ചു, പല പല തരത്തിലുള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞാകാശത്തിൻ്റെ ഷേപ്പ് മാറിയില്ലേ? ആ പാത്രം പൊട്ടിയാലോ, കുടം പൊട്ടിയാലോ, മൺകുടം വെച്ചു, അലുമിനിയം പാത്രം വെച്ചു, ഏത് വ്യത്യസ്ത പാത്രം വെച്ചോട്ടെ, ഈ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും ആ ആത്മാവിന്, ആ പാത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന കുഞ്ഞാകാശത്തിന് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും. അതിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിൻ്റെ ആ സ്പേസ്, ആകാശം എന്ന് പറയുന്ന ആ സ്പേസ് കുറച്ചായിരിക്കും. അതിന് ആ ആകാശത്തിൻ്റെ ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും. അതാണ് ജീവാത്മാവ്. പാത്രം പൊട്ടിയാൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? പരമാത്മ ജീവാത്മാവ് ഒന്ന് തന്നെ. പാത്രത്തിലിരിക്കുന്നത് കൊണ്ടാണ് അതിനെ കുഞ്ഞാകാശം എന്ന് വിളിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ജീവാത്മാവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സർവചരാചരങ്ങളുടെ ഉള്ളിൽ ഏകമായി വസിക്കുന്ന ആത്മാവാണ് ഈശ്വരൻ എന്നറിയണം. അപ്പോൾ ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. കാലം, ആ ഈശ്വരൻ തന്നെയാണ് കാലസ്വരൂപനായി വരുന്നത്. പ്രധാനം എന്ന് വെച്ചാൽ മായാപ്രകൃതിയായിരിക്കുന്നതും ആ ഈശ്വരൻ. പുരുഷൻ, പരമപുരുഷനായിരിക്കുന്നതും അതേ ഈശ്വരൻ. പരമേശ്വരൻ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും നിയന്താവായിരിക്കുന്നതും അതേ ഈശ്വരൻ. ഇനി സ്വന്തം സ്വതേജസ, ആ ഈശ്വരൻ്റെ സ്വന്തം തേജസ്സിനാൽ ധ്വസ്തഗുണപ്രവാഹം, അതിന് ആ സ്വന്തം തേജസ് എന്ന് വെച്ചാൽ ആ മായാപ്രഭാവത്താൽ അതിൽ നിന്നും പ്രവഹിക്കുന്ന സത്വരജ തമോ ഗുണങ്ങളുടെ പ്രവഹിച്ചു വന്നപ്പോൾ അതിൻ്റെ തോതിൽ വ്യത്യാസം വന്ന് പ്രപഞ്ചമുണ്ടായി. ആ പ്രപഞ്ചം ആ ഭഗവാനിലേക്ക് തന്നെ അവസാനം ലയിക്കുകയും ചെയ്യുന്നു. അതായത് ഈ സത്വരജ തമോ ഗുണങ്ങൾ ഭഗവാനിലേക്ക് ലയിക്കുന്നു, അപ്പോൾ പ്രപഞ്ചവും ലയിക്കുന്നു എന്നർത്ഥം. അങ്ങനെ സംഭവിക്കുന്ന ആ ഈശ്വരൻ ആത്മാ ഏകഭാവേന, ആ ഈശ്വരനാണ് ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ്, ആ ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവ് എന്ന ഏകഭാവത്തോടെ ഭജത്വം അഥ, ആ ഭഗവാനെ നിങ്ങൾ ഭജിക്കണം. ഇത് കൃഷ്ണനാണ്, ഇത് രാമനാണ്, ഇത് ശിവനാണ് എന്ന് പറഞ്ഞ് പേരെടുത്ത് കണ്ട് ദ്വൈതഭാവത്തിലല്ല ഈ പ്രാർത്ഥന ചെയ്യേണ്ടത്. നമ്മളൊക്കെ ഓരോ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണൻ്റെ മുന്നിലിരുന്ന് മഹാദേവൻ്റെ നാമം ജപിക്കാൻ പാടുമോ, അല്ലെങ്കിൽ ഗുരുവായൂർ പോയിരുന്നിട്ട് മഹാദേവൻ്റെ നാമം ജപിക്കാൻ പാടുമോ, ദേവി സ്തുതി ജപിക്കാൻ പാടുമോ? എന്താ കുഴപ്പം? ജപിച്ച ഒരു കുഴപ്പവും വരാൻ പോണില്ല.
നമുക്ക് എവിടെ ഇരുന്ന് മഹാദേവൻ്റെ ക്ഷേത്രത്തിലിരുന്ന് മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പവും വരുന്നില്ല. ആ പേരിലും ആ നാമങ്ങളിലുമുള്ള ഭേദ ചിന്ത നമ്മുടെ മനസ്സിൽ പതിയരുത്. അതിന് ഇതിൻ്റെ യഥാർത്ഥ തത്വം എന്താണെന്ന്, ആ മൂലവേര് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചതുപോലെ മുകളിൽ വേരും താഴേക്ക് ശാഖകളും വരുന്നതാണ് ഈ പ്രപഞ്ചം. ആ വേരെന്താ? അതാണ് ഈശ്വരൻ. അതിൽ നിന്നും പടർന്ന് പന്തലിച്ച് വന്നതാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ആ മൂലം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭേദചിന്തയൊന്നും ബാധിക്കില്ല. എല്ലാ ചരാചരങ്ങളുടെയും ശരീരം വ്യത്യസ്തമാണെങ്കിലും ഇതിലൊക്കെ വസിക്കുന്ന ഏകമായിരിക്കുന്ന ആത്മാവും പ്രകൃതിയും കാലസ്വരൂപനും പരമപുരുഷനും പരമനിയന്താവുമായിരിക്കുന്ന അതേ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് സത്വരജതമോ ഗുണങ്ങൾ പ്രവഹിച്ച് ഈ പ്രപഞ്ചമുണ്ടായതും അതിലേക്ക് ലയിക്കുന്നതും. അങ്ങനെയുള്ള ഈശ്വരൻ അത് ആത്മാവാണെന്നും ആ ആത്മാവാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവായിരിക്കുന്നത് എന്ന ഏകഭാവത്തോടെ വേണം, ആ അദ്വൈതത്തിൽ നിന്നുകൊണ്ട് വേണം ഈ ഭഗവാനെ ആരാധിക്കാൻ, ഭജിക്കാൻ. അതാണ് നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് പറഞ്ഞു കൊടുത്തത്. ഇനി അങ്ങനെ ഭജിച്ചു കഴിഞ്ഞാൽ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യ ഏന കേനവ സർവ ഇന്ദ്രിയ ഉപശാന്ത്യ ചതുഷ്യന്തി ആശു ജനാർദ്ദന. അങ്ങനെ ഭജിക്കുമ്പോൾ സർവഭൂതേഷു നമുക്ക് സർവചരാചരങ്ങളോടും ദയയാ, കാരുണ്യ മനോഭാവം തോന്നും. ആരോടും ഒരു ശത്രുത പിന്നീടുണ്ടാവില്ല എന്നെന്ന്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാവരോടും ഒരു കാരുണ്യ മനോഭാവമായിരിക്കും മനസ്സിൽ തോന്നുക. അതുപോലെ ഏന കേനവ സന്തുഷ്ട്യ, എന്താണോ ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും നമ്മളിലേക്ക് ഒഴുകിയെത്തി നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും കിട്ടുന്നത്, അതിൽ സന്തുഷ്ട്യ, സംതൃപ്തമായ ഒരവസ്ഥ, അതിൽ സംതൃപ്തി കൊള്ളുന്ന സന്തുഷ്ടരായിരിക്കുന്ന ഒരു മനസ്സും അവന് കൈവരുന്നു. അങ്ങനെ സർവ ഇന്ദ്രിയ ഉപശാന്ത്യ, അപ്പോൾ അവൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനും അവന് സാധിക്കുന്നു. അങ്ങനെയുള്ളവരിൽ ജനാർദ്ദന, ആ ഭഗവാൻ ശ്രീഹരി ആശു വളരെ പെട്ടെന്ന് തന്നെ തുഷ്യന്തി, സംതൃപ്തനാകുന്നു എന്ന്. ഭഗവാൻ സന്തുഷ്ടനാകുന്നത് അവരിലാണെന്ന്. കാരണം ശരിയായ ഈശ്വര തത്വം എന്തെന്നറിഞ്ഞ് ഭഗവാനെ ഭജിക്കുന്നതാണ് ഭഗവാന് ഇഷ്ടം. അല്ലാതെ ഓരോരോ ആവശ്യങ്ങൾക്ക് ഓരോരോ പേരിൽ ഓരോരോ നാമം ചൊല്ലി ഭഗവാനെ ഭജിക്കുമ്പോൾ അത്രയൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഭഗവാന്റെ കുറേ അനുഗ്രഹം കിട്ടുന്ന തെറ്റായ ധാരണയാണ്. ശരിയായ അദ്വൈതമാകുന്ന ഈശ്വര തത്വത്തെ അറിഞ്ഞ് പല ഭാവത്തിലിരിക്കുന്ന അതേ ഭഗവാന്റെ പല ഭാവത്തിനെ പല നാമങ്ങളിൽ ഞാൻ ആരാധിക്കുന്നു എന്നറിഞ്ഞ് ഉപാസിക്കുന്നതാണ് ഭഗവാന്, ഭജിക്കുന്നതാണ് ഭഗവാന് ഇഷ്ടം. അതിനാൽ അദ്വൈതത്തെ അറിയണം. അപ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല, ഇത് അങ്ങനെ ചൊല്ലിയ ദോഷമാണോ, ഇത് ഇങ്ങനെ ചൊല്ലിയ ദോഷമാണോ എന്ന സംശയവും നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. അങ്ങനെ ഭജിക്കുന്നവർക്ക് അങ്ങനെ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എല്ലാവരോടും ഒരു കാരുണ്യഭാവം ഉണ്ടാവും. അവർക്ക് ഓരോ നിമിഷവും അവരിലേക്ക് ഒഴുകി വരുന്ന, അവർക്ക് അനുഭവിക്കാൻ കിട്ടുന്നത് എന്തു തന്നെയാണെങ്കിലും അതിൽ അവർ സംതൃപ്തരായിരിക്കും. അവരുടെ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിക്കാനും അവർക്ക് സാധിക്കുന്നു, മനസ്സിനെ വരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ പ്രകൃതി നിശ്ചയമാണ് എന്നിലേക്ക് ഒഴുകുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വരെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നു. അങ്ങനെയുള്ളവരിൽ ഭഗവാൻ വളരെ പെട്ടെന്ന് പ്രസാദിക്കുകയും ചെയ്യും. ഇനി ശ്ലോകം 20. അപഹത സകലയേഷണ അമലാത്മനി അവിരതം ഏതിധ ഭാവന ഉപഹുത. അപഹത സകലയേഷണ അമലാത്മനി അവിരതം ഏതിധ ഭാവന ഉപഹുതാഹ നിജജന വശഗത്വം ആത്മനയോ ആത്മനഃ അയൻ. നിജജന വശഗത്വം ആത്മനഃ അയൻ ന സരതി ഛിദ്രവത് അക്ഷര സദാം ഹി. അപഹത എന്ന് വെച്ചാൽ നിയന്ത്രിക്കുക, സകല ഏഷണ എന്ന് വെച്ചാൽ എല്ലാവിധ ആഗ്രഹങ്ങളും നിങ്ങളെയും നിയന്ത്രിച്ച്, അമല ആത്മനി കളങ്കമില്ലാത്ത മനസ്സോടെ, അവിരതം നിരന്തരം, ഏതിത ഭാവന ഉപഹൂത, ഏതിത എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന ഭക്തിഭാവത്തോടു കൂടി ഇരിക്കുന്നവരുടെ മനസ്സിൽ ഉപഹുത ഭഗവാൻ സ്ഥിരം വസിക്കുന്നു എന്ന്. മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങളും ചിന്തകളുമായിട്ട് നടക്കാതെ എല്ലാവിധ ആഗ്രഹങ്ങളെയും ചിന്തകളെയും ഒക്കെ അടക്കിയിട്ട് നിഷ്കളങ്കം, അതൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ കളങ്കമില്ലാത്ത മനസ്സായി. ആ മനസ്സിലെ നിരന്തരവും നിത്യവും ആ ഭക്തിഭാവം വർദ്ധിച്ചു വരുമ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ ഭഗവാൻ സ്ഥിരമായി വസിക്കുന്നു. എന്നിട്ട് പറയാണ് നിജജന വശകത്വം, തൻ്റെ ഭക്തന്മാർക്കും വശംവദനാണ് താൻ എന്ന് ആത്മനയ അയം, ആ ഭഗവാൻ അറിയുന്നു. ഭക്തന് വശംവദനാണ് ഞാൻ,
ഭക്തൻ എന്താ ആഗ്രഹിച്ചോ അവന് ഭഗവാൻ അത് സാധിച്ചു കൊടുക്കും. ഭക്തനെ ഭഗവാനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതായത് ഏത് ഭക്തൻ? നിത്യവും പൂജിക്കാൻ പ്രാർത്ഥിക്കുന്ന ഭക്തനല്ല, സ്വയം ഭഗവാനിൽ അർപ്പിച്ച നിഷ്കളങ്ക ഭക്തന്റെ വശംവദനാണ് അവൻ. അവൻ്റെ എല്ലാം ഭഗവാൻ അറിയും, ചോദിക്കാതെ തന്നെ ഭഗവാൻ കൊടുക്കുമെന്ന് പറയുന്നതാണ്. അങ്ങനെ വശംവദനായിട്ടുള്ള ഭഗവാൻ ന സരതി എന്ന് വെച്ചാൽ അകന്നു പോകില്ല, ചിദ്രവത് എന്ന് വെച്ചാൽ ആകാശം പോലെയുള്ള അവൻ്റെ ഹൃദയത്തിൽ, വിശാലമായ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവില്ല എന്ന്. അക്ഷരഹ ഒരിക്കലും നശിക്കാത്ത ആ ഭഗവാൻ സദാം ഹി എന്ന് വെച്ചാൽ അങ്ങനെയുള്ള സജ്ജനങ്ങളുടെ. അപ്പോൾ സജ്ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഭഗവാൻ ഒരിക്കലും പോവില്ല എന്ന്. കാരണം അവരുടെ മനസ്സിൽ ആഗ്രഹങ്ങളും ചിന്തകളും ഒന്നുമില്ല. സദാ ഭഗവത് ചിന്ത, കളങ്കമില്ലാത്ത മനസ്സിൽ നിത്യവും ഭഗവത് ചിന്തയോടെ കഴിയുമ്പോൾ ഭഗവാൻ ആ ഹൃദയത്തിൽ വസിക്കുകയാണ്. ഭക്തന് വശംവദനാണ് താൻ എന്ന് ഭഗവാൻ അറിയാവുന്നതുകൊണ്ട് ആ ഹൃദയം വിട്ട് ഭഗവാൻ എവിടെയും പോവില്ല എന്നത്. അതാണ് അക്ഷരമാണ്, ഒരിക്കലും നശിക്കാത്ത ഭാവത്തോടെ ആ സജ്ജനങ്ങളുടെ ഭക്തരുടെ മനസ്സിൽ ഭഗവാൻ വസിക്കുന്നു. ഇനി ആരുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരുടെയൊക്കെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കില്ല, ആരാധന പൂജ ഭഗവാൻ അറിയില്ല എന്നാണ് പറയുന്നത്. ന ഭജതി കു മനീഷീണാം സ ഇജ്യാം ഹരിഹി അധന ആത്മധന പ്രിയോ രസജ്ഞഃ ശ്രുതധന കുലകർമ്മണാം മതൈഹി യേ വിദതി പാപം അകിഞ്ചനേഷു സത്സു. ന ഭജതി എന്ന് വെച്ചാൽ ഭഗവാൻ സ്വീകരിക്കില്ല എന്ന്. കുമനീഷിണാം ദുഷ്ടന്മാരുടെ, സഹ അങ്ങനെയുള്ളവരുടെ, ഇജ്യാം ആരാധനയെ, പൂജയെ, ദുഷ്ടന്മാരായവരുടെ പൂജയെയും ആരാധനയും എത്ര നാമം ജപിച്ചാലും എന്തൊക്കെ കർമ്മങ്ങൾ വഴിപാട് ചെയ്താലും അവരുടെ ആരാധനയെ ഭഗവാൻ സ്വീകരിക്കില്ല. ഭഗവാൻ ശ്രീഹരി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധന ആത്മധനപ്രിയ, ധനമില്ലാത്ത പാവപ്പെട്ട ദരിദ്രരായ ആൾക്കാർക്ക് ആത്മധനപ്രിയ, ഒരേ ഒരു ധനം എന്ന് പറഞ്ഞത് ഭഗവാനാണ് എന്ന് മാത്രം വിചാരിക്കുന്ന രസജ്ഞ, ഭക്തിയിൽ രസിച്ച് കഴിയുന്ന നല്ല സത്സു എന്ന് വെച്ചാൽ സജ്ജനങ്ങളായ ഭക്തന്മാരെ, ശ്രുത എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, ധനം സാമ്പത്തിക ശേഷി, ഞാൻ നല്ല വിദ്യാഭ്യാസമുള്ളവൻ, അറിവുള്ളവനാണ്, എനിക്ക് നല്ല സമ്പന്നനാണ്, കുലമഹിമയുണ്ട്, കർമ്മണാം ഒരുപാട് ഫലേച്ഛ കർമ്മങ്ങൾ, വേദവിധി പ്രകാരമുള്ള ഒരുപാട് യാഗയജ്ഞാദി കർമ്മങ്ങൾ ചെയ്യുന്നവനാണ് ഞാൻ എന്ന മദേഹി അഹങ്കാരം കൊണ്ട് വർത്തിക്കുന്നത് ആരാണോ അവർ ഇപ്രകാരമുള്ള സജ്ജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അകിഞ്ചനേഷു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പാവപ്പെട്ട സജ്ജനങ്ങളെ പാപം വിദതി ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കുകയാണെങ്കിൽ അവരുടെ അങ്ങനെ ചെയ്യുന്നവരുടെ പൂജയെ, ആരാധനയെ ന ഭജതി ഭഗവാൻ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന്. പണമോ സമ്പാദ്യമോ സർവ്വ ഐശ്വര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ സംതൃപ്തരായിരിക്കും. എൻ്റെ ധനം ഭഗവാനാണ് എന്ന് വിചാരിച്ച് കഴിയുന്ന സജ്ജനങ്ങളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ഭക്തന്മാരെ പണത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, കുലമഹിമയുടെ പേരിൽ, യാഗയജ്ഞാദി ഫലേച്ഛ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരിൽ അഹങ്കരിച്ച് അവരെ വേദനിപ്പിക്കുന്നവരുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനയെ, അവരുടെ പൂജയെ, ആരാധനയെ ഭഗവാൻ ഒരിക്കലും സ്വീകരിക്കുകയില്ല. അതാണ് ആ പറഞ്ഞത്. ഇനി വേറെ പറയുന്നതാണ് ഇതേപോലെ തന്നെ ആരുടെയൊക്കെ സ്വീകരിക്കില്ല എന്ന് പറയുന്നതാണ്. ശ്രീയം അനുചരതീം തദർത്തിനഃ ദ്വിപദപദീൻ വിബുധാംശ്ച യത് സ്വപൂർണഃ ന ഭജതി നിജഭൃത്യവർഗതന്ത്രഃ കഥം അമും ഉദ്വിസൃജേത് പുമാൻ കൃതജ്ഞഃ. ശ്രീയം അനുചരതി തന്നെ സദാ സേവിച്ചിരിക്കുന്ന ശ്രീയം ലക്ഷ്മി ദേവിയുടെയോ തദർത്തിനഹ അതുപോലെ പണവും മറ്റ് ഐശ്വര്യവും ആഗ്രഹിച്ച് ലക്ഷ്മി ദേവിയെ ഉപാസിക്കുന്ന ദ്വിപദപദീൻ രാജാക്കന്മാര്, വിബുധാംശ്ച ദേവന്മാര്, ഇവരുടെയൊക്കെ യത് സ്വപൂർണ ആരാണോ സ്വയം പൂർണ്ണനായിരിക്കുന്ന ആ ഭഗവാൻ ഇവരുടെയൊക്കെ ആരാധനയെ, പൂജയെ ന ഭജതി എന്ന് വെച്ചാൽ പൂർണ്ണമായി അങ്ങോട്ട് സംതൃപ്തിയോട് കൂടിയിട്ടല്ല സ്വീകരിക്കുന്നത് എന്ന്. ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ പോലുന്ന പറഞ്ഞതിനർത്ഥം ആരാണോ തന്നെ സദാ സേവിച്ച് തൻ്റെ കൂടെ വസിക്കുന്ന ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവിയുടെ ആരാധനയെയും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടാൻ വേണ്ടി ലക്ഷ്മി ദേവിയെ പൂജിച്ച് നടക്കുന്ന ദേവന്മാരുടെയോ രാജാക്കന്മാരുടെയോ ഒക്കെ പൂജയെ സ്വയം പൂർണ്ണനായിരിക്കുന്ന ഭഗവാൻ സംതൃപ്തിയോടെയല്ല സ്വീകരിക്കുന്നത്. അതേസമയം നിജ ഭൃത്യവർഗതന്ത്ര തൻ്റെ നിഷ്കളങ്ക ഭക്തന്മാരുടെ ഭൃത്യനായി വർത്തിക്കുന്ന ആ ഭഗവാനെ
കൃതജ്ഞഃ പുമാൻ, മനസ്സിൽ കാരുണ്യമുള്ള ഒരു മനുഷ്യനെ കഥം അമും എന്ന് വെച്ചാൽ ആ ഭഗവാനെ കഥം എങ്ങനെ ഉദ്യസൃജേത് സ്മരിക്കാതിരിക്കാൻ കഴിയുമെന്ന്. ഭക്തന് ദാസനായിരിക്കുന്ന ഒരു ഭഗവാനെ എങ്ങനെയാണ് മനസ്സിൽ കൃതജ്ഞതയുള്ള, തനിക്കിതെല്ലാം നൽകിയില്ലേ, ഇരിക്കാൻ ഒരു ശരീരം തന്നില്ലേ, ഈ ആത്മാവിന് ആരോഗ്യമുള്ളൊരു ശരീരം തന്നില്ലേ, ജീവിക്കാൻ ഒരു വീട് തന്നില്ലേ, തനിക്ക് ഈ ഭൂമിയിൽ ഈ സൗകര്യങ്ങളെയൊക്കെ തന്നു നൽകിയ ആ ഭഗവാനെ കൃതജ്ഞതയുള്ളവനാണെങ്കിൽ അവൻ എങ്ങനെയാണ് ഒന്ന് സ്മരിക്കാതിരിക്കാൻ കഴിയുക? നമ്മൾ ജനിച്ചപ്പോൾ കൊണ്ടുവന്നതാണോ? അല്ല. ഈ ഭൂമിയിൽ ഈ ജീവിച്ച് ഈ ശരീരത്തിന് ഇത്രയും ശക്തി തന്ന് ഇതൊക്കെ നേടിയെടുക്കാൻ നമ്മളിലേക്ക് കൊണ്ടുവന്ന് തന്ന ആ ഭഗവാനെ, കാരുണ്യം മനസ്സിലുള്ള കൃതജ്ഞത, നന്ദി മനസ്സിലുള്ളവനെ എങ്ങനെ സ്മരിക്കാതിരിക്കാൻ കഴിയും? അതാണ് ആ പറഞ്ഞത്. കർമ്മത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ കെട്ടുപാട് വന്നപ്പോൾ വിസ്മരിച്ചു പോയി എന്ന് അവർ പറഞ്ഞില്ലേ പ്രജേതസ്സുകൾ. അപ്പം നാരദ മഹർഷി പറയാണ്, ലക്ഷ്മി ദേവി സദാ സേവിക്കുന്നുണ്ട്, പക്ഷെ ലക്ഷ്മി ദേവിയുടെ ആരാധനയോ ഇനി സർവ്വ ഐശ്വര്യങ്ങളും കിട്ടാൻ ലക്ഷ്മി ദേവിയെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ ദേവന്മാരുടെ ആരാധനയോ ഒന്നും അല്ല ഭഗവാന് വേണ്ടത്. തൻ്റെ നിഷ്കളങ്ക ഭക്തന്മാരുടെ ദാസനായിരിക്കുന്ന ആ ഭഗവാനെ, ആ ഭഗവാനാണ് അനുഗ്രഹിച്ച് എനിക്ക് എന്താണോ നമ്മൾ അനുഭവിക്കുന്ന സൗഭാഗ്യം, സുഖം കുറച്ചെങ്കിലും അത് നമുക്ക് തന്നത് ആ ഭഗവാനാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ആ കൃതജ്ഞതയുള്ള മനുഷ്യനെ എങ്ങനെയാണ് ഭഗവാനെ സ്മരിക്കാതിരിക്കാൻ കഴിയുക? കാരണം ആ ഭക്തൻ്റെ ദാസനാണ് ഭഗവാൻ. അതാണ് ഭഗവാൻ. അങ്ങനെ വർത്തിക്കുന്നവനായിട്ടുള്ള ഭഗവാനെ ഇങ്ങനെ സ്മരിക്കാതെ ഇങ്ങനെ ഈ ഭൗതിക ലോകത്ത് രസിച്ച് സുഖിച്ച് ജീവിക്കാൻ കഴിയും? കൃതജ്ഞത മനസ്സിലുള്ളവനാണെങ്കിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും? എല്ലാതും നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഈ പ്രകൃതിയല്ലേ. ഈ ശരീരം പോലും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ. അതുകൊണ്ടാണ് ഈ പഞ്ചഭൂതങ്ങളെ, ജലം, വായു, അഗ്നി, ഇതെല്ലാം നമുക്ക് നൽകിയ പഞ്ചഭൂതങ്ങളാകുന്ന ദേവന്മാരെ, അതുപോലെ ഗുരുപരമ്പരകളെ, ഇതെല്ലാം നമുക്ക് നൽകിയ ആ പ്രകൃതിയെയും ആ പ്രകൃതിയുടെ വിവിധ ഭാവങ്ങളായ ദേവന്മാർ, ഗുരുക്കന്മാർ, പഞ്ചഭൂതങ്ങൾ, ഇവയൊക്കെ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് നന്ദിയോടെ അതിനെയൊക്കെ അനുഭവിക്കുന്ന ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്നാണ്. അല്ലാതെ ഈ ഒരു സുഖത്തിൻ്റെ കെട്ടുപാടിൽ ഞാനെന്ന് അഹങ്കരിച്ച് ജീവിക്കുകയല്ല വേണ്ടത്. കൃതജ്ഞതയുള്ളവരാണെങ്കിൽ ഒരിക്കലും അതൊക്കെ തന്ന ആ പ്രകൃതിയെ വിസ്മരിക്കാൻ സാധിക്കില്ല എന്നാണ് ആ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അപ്പോൾ ഇതറിയാലോ, നാരദ മഹർഷി പ്രജേതസ്സുകളോട് പറഞ്ഞു കൊടുക്കുന്നത് മൈത്രേയ മഹർഷി വിതുരരോടാണ് പറയുന്നത്. മൈത്രേയ ഉവാച ഇതി പ്രജേതസഃ രാജൻ അന്യശ്ച ഭഗവത് കഥാഃ ശ്രാവയിത്വാ ബ്രഹ്മലോകം യയൗ സ്വയംഭൂവഃ മുനിഃ. മൈത്രേയ മഹർഷി വിതുരരോട് പറയാണ്, രാജൻ അല്ലയോ വിതുരരെ, ഇതി ഇപ്രകാരം പ്രജേതസ്സുകളോട് ഭഗവത് കഥ, ഭഗവാന്റെ കഥാമാഹാത്മ്യവും അന്യശ്ച മറ്റും ശ്രാവയിത്വ പറഞ്ഞു കൊടുത്തിട്ട് സ്വയംഭൂവ മുനി, സ്വയംഭൂവ മനു എന്ന് വെച്ചാൽ സ്വയംഭൂവ മുനി എന്ന് വെച്ചാൽ സ്വയം ജനിച്ച ബ്രഹ്മാവ്, ആ ബ്രഹ്മദേവന്റെ പുത്രനായിട്ടുള്ള നാരദ മഹർഷി ബ്രഹ്മലോകം യയൗ, ബ്രഹ്മലോകത്തിലേക്ക് പോയി എന്ന്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ പ്രജേതസ്സുകളോട് എങ്ങനെ വിസ്മരിച്ച് ജീവിക്കാൻ കഴിയും എന്ന് ചോദിച്ചില്ലേ, അങ്ങനെ പറഞ്ഞിട്ട് പ്രജേതസ്സുകൾക്ക് ആ ഈശ്വര തത്വവും മറ്റും പറഞ്ഞു കൊടുത്തിട്ട് നാരദ മഹർഷി അങ്ങനെ ബ്രഹ്മലോകത്തിലേക്ക് തിരിച്ചുപോയി. തേ അഭി തന്മുഖനിര്യാദം യശഃ ലോകമലാപഹം ഹരേഹ നിശമ്യ തത്പാദം ധ്യായന്തഃ തദ്ഗതിം യയുഃ. തേ അഭി, ആ പ്രജേതസ്സുകളാകട്ടെ, തത്മുഖനിര്യാദം, ആ നാരദ മഹർഷിയുടെ മുഖത്ത് നിന്ന് നിർഗമിച്ച ലോകമലാപഹം, ഈ ലോകത്തിൻ്റെ മുഴുവൻ അഴുക്കുകളെയും കഴുകിക്കളയുന്ന ആ ഹരേഹേ യശഃ, ഭഗവാൻ ശ്രീഹരിയുടെ യശസ്സിനെ, ആ ചരിതത്തെ നിശമ്യ കേട്ടിട്ട് തത്പാദം ധ്യായന്തഃ, തുടർന്നുള്ള കാലം ആ പ്രജേതസ്സുകൾ ഭഗവത് പാദത്തെ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് തദ്ഗതിം യയുഹു, ഭഗവാന്റെ ആ പരമപദത്തിലേക്ക്, മുക്തിയെ പ്രാപിച്ചു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രാചീന ബർഹിസും പ്രജേതസ്സുകളും മുക്തിയെ പ്രാപിച്ചു. ശ്ലോകം 25. ഏതത് തേ അഭിഹിതം ക്ഷതാ യത് മാം ത്വാം പരിപൃഷ്ടവാൻ പ്രജേതസാം നാരദസ്യ സംവാദം ഹരികീർത്തനം. എന്നിട്ട് മൈത്രേയ മഹർഷി പറയാണ്, ഏതത്, ഈ കാര്യം, തേ അഭിഹിതം, അതായത് നിനക്കായിട്ട് അഭിഹിതം പറഞ്ഞു തന്നു,
ക്ഷത അല്ലയോ വിതുരരെ, യത് മാം ത്വം പരിപൃഷ്ടവാൻ, യത് എന്താണോ മാം എന്നോട്, ത്വം പരിപൃഷ്ടവാൻ നീ ചോദിച്ചത്, ആ കാര്യം ഞാൻ നിനക്ക് ഇപ്പോൾ പറഞ്ഞു തന്നു. ആ കാര്യം എന്താണ്? പ്രചേതസാം നാരദസ്യ സംവാദം, പ്രചേതസ്സുകളും നാരദൻ മഹർഷിയും തമ്മിലുള്ള സംവാദ രൂപത്തിൽ ആ ഹരികീർത്തനം നീ എന്നോട് ചോദിച്ചതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ സ്കന്ധത്തിൽ ആരംഭിച്ചതാണ് മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള ഈ സംവാദം. അറിയാലോ, പരീക്ഷിത്ത് മഹാരാജാവ് ആ ശാപമേറ്റ് രാജ്യഭരണം ഉപേക്ഷിച്ച് തുടർന്നുള്ള അവസാനത്തെ 7 ദിവസം ഗംഗാനദിയുടെ തീരത്ത് വന്നിരുന്നു. ശ്രീ ശുഖബ്രഹ്മർഷി കടന്നു വരുന്നു. അങ്ങനെ ശ്രീ ശുഖബ്രഹ്മർഷിയോട് മുക്തിക്ക് യോഗ്യമാകുന്ന ഒരു ജന്മത്തിലേക്ക് കടക്കാൻ അവസാനം എന്താണ് സ്മരിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി ഭാഗവതമാണ് പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പം അതിൽ ശ്രീ ശുഖബ്രഹ്മർഷിയും പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്ത ഭാഗമാണ് വിതുരരും കൃഷ്ണൻ്റെ സ്വധാമത്തിലേക്കുള്ള മടക്കയാത്രയും വിതുരരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതും പിന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നതും ആ വരണ സമയത്ത് വഴിയിൽ വെച്ച് മൈത്രേയ ഉദ്ധവരെയാണ് കാണുന്നത്. ഉദ്ധവരോട് ചോദിച്ചപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ഇല്ല, എനിക്കതിനുള്ള നിയോഗം ഭഗവാൻ തന്നിട്ടില്ല, എന്നോട് തപസ് ചെയ്യാനാണ് പറഞ്ഞാണ്, മൈത്രേയ മഹർഷിയാണ് കാണേണ്ടത്, മൈത്രേയ മഹർഷി നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുണ്ട് വിതുരരെ പറഞ്ഞേക്കാണ്. അങ്ങനെ വിതുരര് മൈത്രേയ മഹർഷിയുടെ അടുത്ത് എത്തിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഭഗവത് നിർദ്ദേശപ്രകാരം മൈത്രേയ മഹർഷി വിതുരർക്ക് ആ ഈശ്വര തത്വത്തെ പറഞ്ഞു കൊടുത്തു. അതാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത്രയും മൂന്നാമത്തെ സ്കന്ധത്തിൽ തുടങ്ങി 4ാമത്തെ സ്കന്ധം അവസാനിക്കുന്നതോടുകൂടി മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംസാരം അവസാനിച്ചു എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്? ശ്രീ ശുഖബ്രഹ്മർഷി ഗംഗാനദിയുടെ തീരത്തിരുന്ന പരീക്ഷിത്ത് മഹാരാജാവിനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതാണ് ശ്രീ ശുഖ ഉവാച 26ാമത്തെ ശ്ലോകം. യ ഏഷ ഉത്താനപാദഃ മാനവസ്യ അനുവർണിതഃ വംശ പ്രിയവൃതസ്യ അഭിനിബോധ നൃപസത്തമ. ശ്രീ ശുഖബ്രഹ്മർഷി പറയാണ്, മാനവസ്യ അതായത് സ്വയംഭൂവ മനുവിൻ്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദൻ്റെ വംശ അനുവർണിത വംശചരിതമാണ് ഞാൻ ഇപ്പോൾ വിവരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പ്രിയവൃതസ്യ അഭിനിബോധ നൃപസത്തമ എന്ന് വെച്ചാൽ അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ, ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്വയംഭൂവ മനുവിൻ്റെ 3 പെൺമക്കളുടെ ചരിതം പറഞ്ഞു. 2 ആൺമക്കളാണ്, ഉത്താനപാദ രാജാവും പ്രിയവൃതനും. അതിൽ ഉത്താനപാദ രാജാവിൻ്റെ വംശപരമ്പരയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു മകനായിട്ടുള്ള പ്രിയവൃത രാജാവിൻ്റെ ചരിതമാണ്. അത് നീ എന്നിൽ നിന്ന് കേട്ടുകൊള്ളൂ എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയാണ് കേട്ടോ. ശ്ലോകം 27. യഹ നാരദാദ് ആത്മവിദ്യ അധിഗമ്യ പുനഃ മഹീം ഭുക്ത്വാ വിഭജ്യ പുത്രേഭ്യ ഐശ്വര്യം സമഗാത്പദം. യഹ ആരാണോ ആ പ്രിയവൃത മഹാരാജാവ്, അദ്ദേഹം നാരദാത് ആത്മവിദ്യ, നാരദ മഹർഷിയിൽ നിന്ന് തന്നെയാണ് ആത്മവിദ്യ നേടിയത്, അധിഗമ്യ ആർജിച്ചത്. എന്നിട്ട് പുനഃ അതിനുശേഷം മഹീം ഭുക്ത്വ ഭൂമിയെ ഭരിച്ചു, രാജാവായിരുന്ന ഭൂമിയെ ഭരിച്ചു. എന്നിട്ട് പുത്രേഭ്യ വിഭജ്യ, പിന്നീട് വാനപ്രസ്ഥ സമയത്ത് മക്കൾക്കായിട്ട് പുത്രന്മാർക്ക് രാജ്യത്തെ ഭരണം വീതിച്ചു കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് ഐശ്വര്യം സമഗാത് പദം, ആ ഭഗവാന്റെ പരമപദത്തെ പ്രാപിച്ചു. അങ്ങനെയുള്ള പ്രിയവൃത മഹാരാജാവിൻ്റെ ചരിതമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനു മുൻപായിട്ട് മൈത്രേയ മഹർഷിയും വിതുരരും തമ്മിലുള്ള സംവാദം അവസാനിച്ചു എന്ന് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു. എന്നിട്ട് പറയാണ്, വിതുരർ അത് കഴിഞ്ഞ് എന്താണ് ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ മൈത്രേയ മഹർഷിയിൽ നിന്നും കേട്ടതിന് ശേഷം വിതുരർ എന്ത് ചെയ്തു? അതാണ് ഇനി 28 പറയുന്നത്. ഇമാം തു കൗഷാരവീണ ഉപവർണിതാം ക്ഷതാ നിശമ്യ അജിതവാദ സത്കഥാം പ്രവൃദ്ധഭാവഃ അശ്രുകല ആകുലഃ മുനേഹേ ദദാര മൂർധന ചരണം ഹൃദാ ഹരേഹേ. ഇമാം ഈ കൗഷാരവീണ അതായത് മൈത്രേയ മഹർഷിയാൽ ഉപവർണിത വർണ്ണിച്ചു കൊടുത്ത ക്ഷത ഈ വിതുരരെ മൈത്രേയ മഹർഷി വർണ്ണിച്ചു കൊടുത്ത അജിതവാദ സത്കഥ ഭഗവാന്റെ സത്കഥകളെ നിശമ്യ കേട്ടിട്ട് പ്രവൃദ്ധഭാവ ഭക്തി വളരെയധികം വർദ്ധിച്ച് അശ്രുകല ആകുലഹ സന്തോഷക്കണ്ണീരിങ്ങനെ ഉറ്റിറ്റ് വീണ് ഒഴുകിയിട്ട് മുനേഹെ ആ മൈത്രേയ മഹർഷിയുടെ ചരണം പാദങ്ങളിൽ മൂർധന ശിരസ്സുകൊണ്ട് ദദാര നമസ്കരിച്ചു ഹൃദയം കൊണ്ട് ഹരേഹെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു.
അപ്പോൾ മൈത്രേയ മഹർഷിയിൽ നിന്നും ആ ഭഗവത് കഥാചരിതം കേട്ട് മനസ്സിലാക്കിയ വിതുരര് സന്തോഷം കൊണ്ട് ഭക്തിഭാവം വർദ്ധിച്ച് സന്തോഷാധിക്യത്താൽ ശിരസ്സു കുനിച്ച് തനിക്ക് ഈ അറിവ് പകർന്നു തന്ന മൈത്രേയ മഹർഷിയുടെ തൃപ്പാദങ്ങളിലും നമസ്കരിച്ചു. മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിലും നമസ്കരിച്ചു. ശ്ലോകം 29. എന്നിട്ടത് നമസ്കരിച്ചുകൊണ്ട് വിതുരര് പറയുകയാണ് മൈത്രേയ മഹർഷിയോട്. ഇതാരാ പറയുന്നത്? ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹ അയം അദ്യ മഹായോഗിൻ ഭവതാ കരുണാത്മന ദർശിതാഹ തമസഹ പാരഹ യത്ര അകിഞ്ചനകഃ ഹരിഹേ. വിതുരര് മൈത്രേയ മഹർഷിയോട് പറയണം, മഹായോഗീൻ, അല്ലയോ മഹായോഗിയായ മൈത്രേയ മഹർഷിയെ, സഹ അയം, ആ ഒരു യഥാർത്ഥ സത്യത്തെ, അദ്യ ഇന്ന്, ആ ഒരു യഥാർത്ഥ സത്യം എന്ന് വെച്ചാൽ ഈശ്വരൻ എന്ന യഥാർത്ഥ സത്യത്തെ ഇന്ന് ഭവത കരുണാത്മന, കാരുണ്യം നിറഞ്ഞ മനസ്സുള്ള അങ്ങയിൽ നിന്ന് അങ്ങ് എനിക്ക് ദർശിതഃ, കാണിച്ചു തന്നു. തമസഹ പാരഹ, അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൻ്റെ പാരഹ, മറുവശമാകുന്ന ആ മായയുടെ മറുവശമാകുന്ന ആ യഥാർത്ഥ സത്യത്തെ, മായ നീങ്ങിയ യഥാർത്ഥ സത്യത്തെ കാരുണ്യം നിറഞ്ഞ ഹൃദയമുള്ള അങ്ങ് എനിക്കിന്ന് കാണിച്ചു തന്നിരിക്കുന്നു. എത്ര, എവിടെയാണോ അകിഞ്ചനഃ ഹരി, അതായത് ഭഗവാനിൽ മനസ്സ് മുഴുകി കഴിയുന്ന ഭക്തരുടെ ഉള്ളിൽ വസിക്കുന്ന ആ ശ്രീഹരിയുടെ യഥാർത്ഥ തത്വം എന്താണോ, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ്, ആ തത്വം എന്താണെന്ന് അങ്ങ് എനിക്ക് ഇന്ന് കാണിച്ചു തന്നു എന്ന് വിതുരര് മൈത്രേയ മഹർഷിയോട് പറയാണ്. ഇനി എന്നിട്ട് ശ്രീ ശുക ഉവാച, ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. വിതുരര് മൈത്രേയ മഹർഷിയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവരെ നമസ്കരിച്ചു. ഇതി ആനമ്യ തമം ആമന്ത്ര്യ വിതുരഃ ഗജസാഹ്വയം സ്വാനാം ദിദൃക്ഷുഃ പ്രയയൗ ജ്ഞാതീനാം നിർവൃതാശ്രയ. ഇത് ഈ പ്രകാരം തം, ആ മൈത്രേയ മഹർഷിയെ ആനമ്യ നമസ്കരിച്ചു, ആമന്ത്ര്യ അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ട് വിതുരര് ഗജസാഹ്വയം എന്ന് വെച്ചാൽ ഹസ്തിനപുര നഗരത്തിലേക്ക് സ്വാനാം ജ്ഞാതീനാം സ്വന്തം ബന്ധുജനങ്ങളെ ദിദൃക്ഷു കാണുവാനായിട്ട് നിർവൃതി ആത്മനിർവൃതിയോടെ പ്രയയൗ പോയി എന്ന്. അപ്പോൾ വിതുരര് മൈത്രേയ മഹർഷിയോട് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങാണ് മായയുടെ മറ നീക്കിയുള്ള യഥാർത്ഥത്തിൽ ഈശ്വരൻ ആരാണ്, ഭഗവാൻ ശ്രീഹരി ആരാണ് എന്നുള്ള തത്വത്തെ എനിക്ക് കാണിച്ചു തന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നമസ്കരിച്ച് ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ച് വിതുരര് മൈത്രേയ മഹർഷിയോട് അനുവാദവും ചോദിച്ച് സ്വന്തം ബന്ധുജനങ്ങളെ കാണാൻ അങ്ങനെ ഹസ്തിനപുരിയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ആത്മനിർവൃത്തിയോടെ. ഏതദിയഃ ശൃണുയാത് രാജൻ രാജ്ഞാം ഹരിഹി അർപ്പിതാത്മനാം ആയുർധനം യശഃ സ്വസ്തി ഗതി ഐശ്വര്യം ആപ്നുയാത്. അല്ലയോ രാജൻ, ശ്രീ ശുകബ്രഹ്മർഷി വിളിക്കുകയാണ്, അല്ലയോ പരീക്ഷിത് രാജാവേ, ഏതത്, ഈ ഒരു ചരിതം, യഹ ആരാണോ, ശൃണുയാത് നിത്യവും ഭഗവത് ചരിതത്തെ എന്നും ഇങ്ങനെ കേട്ട്, അത് വെറുതെ കേൾക്കുകയല്ല, കേട്ട് അതനുസരിച്ച് ആ ഈശ്വരനെ ആ യഥാർത്ഥ തത്വം അറിഞ്ഞ് ആരാധിച്ച് ആ അറിവിലൂടെ ജീവിക്കുന്നത്, രാജ്ഞാം ഹരി അർപ്പിതാത്മനാം, ഭഗവാൻ ശ്രീഹരിയിൽ മുഴുവനായും സമർപ്പിച്ച രാജാക്കന്മാരുടെ ഈ ചരിതം ആരാണോ നിത്യവും കേട്ടറിഞ്ഞ് ജീവിക്കുന്നത് അവർക്ക് ആയുസ്സും ധനവും യശസ്സും സ്വസ്തി എന്ന് വെച്ചാൽ എല്ലാ സമാധാനവും പൂർണ്ണ ശാന്തിയും ഗതി ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യവും, എന്നാൽ ഐശ്വര്യം, ഈ ഭൂമിയിൽ സർവ്വ ഐശ്വര്യങ്ങളെയും ആപ്നുയാത് നേടാൻ കഴിയും. ഭഗവാനിൽ പൂർണ്ണ അർപ്പണം ചെയ്ത രാജാക്കന്മാരുടെ ഈ ജീവിതചരിതം, ഭാഗവത കഥാമൃതം നിത്യവും കേൾക്കുന്നത് ആരാണോ, അത് വെറുതെ കേൾക്കുകയല്ല, കേൾക്കുന്നത് ആ കേൾക്കുന്നതിനനുസരിച്ച് അത് മനസ്സിലാക്കി ഉള്ളിലേക്കെടുത്ത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നത് ആരാണോ അവർക്ക് ആയുസ്സും ധനവും യശസ്സും അതോടൊപ്പം സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും യഥാർത്ഥ ആത്യന്തികമായ ലക്ഷ്യവും അവർ നേടും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനെ. ഇതോടെ നമ്മുടെ ചതുർത്ഥ സ്കന്ധം 31 അധ്യായത്തിലൂടെ ഇവിടെ അവസാനിക്കുകയാണ്.